നമസ്കാരം. അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി ഇത് കാരണം വിഷമിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് പച്ചക്കറികളെ പരിചയപ്പെടാം. ആരോഗ്യകരമായ പോഷകങ്ങൾ അടങ്ങിയ ഈ പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഭാരം കുറയ്ക്കാനും സഹായിക്കും. നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല, പല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഈ പച്ചക്കറികൾ കഴിക്കുന്നത് മൂലം സാധിക്കുന്നു. ഇത്തരത്തിൽ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന 5 പച്ചക്കറികളെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം പറയാൻ പോകുന്നത് ബ്രൊക്കോളിയെക്കുറിച്ചാണ്. കേബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിഭാഗത്തിൽപ്പെടുന്ന ബ്രൊക്കോളി പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. കലോറി കുറവും കൂടിയ അളവിൽ ഫൈബറുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, കാൽസ്യം, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, അയൺ എന്നിവ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഭാരം കുറയ്ക്കാൻ ഫലപ്രദമായ പച്ചക്കറിയാണിത്. ഇനി അടുത്ത് സ്പിനാച്ചിനെ കുറിച്ച് നോക്കാം. കലോറി മൂല്യം വളരെ കുറവായ ഒരു ഇലവർഗമായ സ്പിനാച്ച് നിത്യവും കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. സ്പിനാച്ചിൽ അയൺ, പൊട്ടാസ്യം, ഫൈബർ തുടങ്ങിയവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ സാലഡ് രൂപത്തിലോ വേവിച്ചോ കഴിക്കാം. ഭാരം ക്രമീകരിക്കാൻ മാത്രമല്ല, ടൈപ്പ് 2 പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ സ്പിനാച്ചിന് കഴിവുണ്ട്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ തീർച്ചയായും സ്പിനാച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അടുത്ത് ക്യാപ്സിക്കത്തിൻ്റെ ഗുണങ്ങൾ നോക്കാം. ശരീരത്തിൻ്റെ മെറ്റബോളിസം നിരക്ക് ഉയർത്തി ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് ക്യാപ്സിക്കം. വിറ്റാമിൻ സി, ഡയറ്ററി ഫൈബർ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ B6, ഫോളേറ്റ് എന്നിവ ക്യാപ്സിക്കത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ഫൈബറും വെള്ളവും ഉയർന്ന അളവിലും അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് മധുരക്കിഴങ്ങ് നോക്കാം. മധുരക്കിഴങ്ങ് നമ്മളിൽ പലർക്കും ഇഷ്ടം തന്നെയാണല്ലേ. ഡയറ്റിംഗ് ആണെങ്കിൽ കൂടി നമുക്ക് ഭക്ഷണത്തിൽ മധുരക്കിഴങ്ങ് ഉൾപ്പെടുത്താം. കാരണം മധുരക്കിഴങ്ങിൽ ഫൈബർ, കോംപ്ലക്സ് കാർബൺ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണിത്. ആരോഗ്യകരമായ ഒരു സ്നാക്സായി കൂടി മധുരക്കിഴങ്ങ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മധുരക്കിഴങ്ങ് പുഴുങ്ങി അതിലൽപ്പം ഉപ്പും നാരങ്ങാനീരും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കുക, ഡയബറ്റിക് പേഷ്യൻസ് ഈ രീതിയിൽ മധുരക്കിഴങ്ങ് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പകരം ആഴ്ചയിൽ ഒരിക്കലൊക്കെ അവർക്ക് കഴിക്കാം. മാത്രമല്ല, മധുരക്കിഴങ്ങ് ചർമ്മത്തിനും വളരെ നല്ലതാണ്. അവസാനമായി തക്കാളിയിൽ ആൻറ്റി ഓക്സിഡൻ്റായ ലൈക്കോപ്പിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കറിയിൽ ഉപയോഗിക്കുന്നത് പോലെ സാലഡിലും തക്കാളി ഉപയോഗിക്കാം. രുചികരവും ആരോഗ്യകരവുമായ തക്കാളിയും ദിവസവും കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറികളെക്കുറിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റുള്ളവരുടെ അറിവിലേക്കായും കൂടി ഷെയർ ചെയ്യുക.